കോന്നി കല്ലേലി GJM UP സ്കൂൾ പരിസരത്ത് കാട്ടാന വന്നു എന്നുള്ള വാർത്തയാണ് AV ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് പ്രവൃത്തി ദിവസമാണ്, പള്ളിക്കൂടമുള്ള സ്കൂളുള്ള ദിവസമാണ്. സമീപത്തെ മതിൽ കാട്ടാന തകർത്തുവെന്നും ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നു. ജയശങ്കർ, അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നറിയുമ്പോൾ വളരെ ആശ്വാസകരം. മറ്റു വിവരങ്ങൾ എന്താണ്? ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ കോന്നി കല്ലേലി GJM സ്കൂളിന് സമീപത്ത് കാട്ടാന ഇറങ്ങിയത്. സ്കൂളിന് സമീപത്തുള്ള മതിലുകൾ ഉൾപ്പെടെ കാട്ടാന തകർത്തു. അതിനുശേഷം സ്കൂൾ കോമ്പൗണ്ടിലൂടെ രാവിലെ 7 മണിയോടുകൂടി കാട്ടാന നടന്നു നീങ്ങിയെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഈ കല്ലേലി പ്രദേശത്ത് കഴിഞ്ഞ കുറേ ആഴ്ചകളായി രൂക്ഷമായ കാട്ടാന ശല്യമാണുള്ളത്. നിരന്തരം രാത്രികാലങ്ങളിലും പുലർച്ചെയും കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി ഉൾപ്പെടെ വ്യാപകമായി നശിപ്പിക്കുന്നതെന്ന് നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. നമ്മൾ നിരന്തരം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 ആഴ്ച മുമ്പ് ഈ വനംവകുപ്പ് പ്രദേശത്ത് കാട്ടാനകളെ തുരത്താൻ പ്രത്യേക ഡ്രൈവ് നാട്ടുകാരെയും ഒക്കെ ഉൾപ്പെടുത്തി നടത്തിയിരുന്നു. ഈ ആനയുടെ സഞ്ചാരപാത ഉൾപ്പെടെ പരിശോധിച്ചാണ് ഇതിനെ തുരത്താനുള്ള ശ്രമം നടത്തിയത്. ഈ ശ്രമത്തിനിടയിലും ഈ വനപാലകർക്ക് നേരെ കാട്ടാനകൾ പാഞ്ഞെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വനംവകുപ്പ് ഒരു ഭാഗത്ത് ശ്രമം നടത്തുന്നു, മറുഭാഗത്ത് കാട്ടാനകൾ നിരന്തരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു. ഇന്ന് സ്കൂളിൽ ഉൾപ്പെടെ പ്രവൃത്തി ദിവസമാണ്. ഈ ഒരു സമയത്താണ് ഇത്തരത്തിൽ 7 മണി സമയത്ത് കുട്ടികളൊക്കെ എത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്ന ഘട്ടത്തിൽ കാട്ടാന സ്കൂൾ പരിസരത്തെത്തി മതിലുകൾ ഉൾപ്പെടെ തകർക്കുന്നു. എന്തായാലും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ വലിയ ആശങ്കയിലാണ്. എങ്ങനെയെങ്കിലും ഈ കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് ഒരു പരിഹാരം കാണണമെന്ന് മാത്രമാണ് ഇവർ വനം വകുപ്പിനോട് പറയുന്നത്. വനം വകുപ്പ് അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഈ കാട്ടാനകളെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ അപ്പോഴും കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങി കൃഷിയും മറ്റും നശിപ്പിച്ച് ജനവാസ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. പത്തനംതിട്ടയിൽ വലിയ ആശങ്കയാണ് ഈ കല്ലേലി പ്രദേശത്ത് കാട്ടാനകൾ സൃഷ്ടിക്കുന്നത്. SKN AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കല്ലേലിയിലെ സ്കൂളിൻ്റെ മതിൽ കാട്ടാന തകർത്തു. ഇത്തിരി നേരത്തെ വന്നു പോയതുകൊണ്ട് രക്ഷപ്പെട്ടു.